why do you believe in Christianity? I was a Christian myself because I got Christian tattoos. Then they would ask me questions. Why did I know you have tattoos. I thought maybe people can see that, but not now. എല്ലാവർക്കും യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയമല്ല, അത് ഇസ്ലാമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് ഒട്ടും നിലവാരമില്ലാത്ത ആളുകൾ പുറത്തു പോവുകയും നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അത് നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ പോലും പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, അവരുടെ അവസ്ഥ, അവരുടെ സംസാര രീതിയൊക്കെ എത്ര നിലവാരം കുറഞ്ഞതാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ അവരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ അൺമാസ്കിംഗ് അനോമലീസ് പോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പല ഗ്രൂപ്പുകളും പല ആളുകളും പല കൂട്ടായ്മകളൊക്കെ ദഅ്വ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു യൂട്യൂബ് ചാനലാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടീമാണ് 5 Pillars 1 Message എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്കൊന്ന് പറഞ്ഞ് ഒരു സർപ്രൈസ് ഉണ്ട്, സർപ്രൈസിലേക്ക് കടക്കാം. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. Identify as a non-human animal. You actually believe that? Yeah. So non-human. You're not But I don't identify as that. But I identify as a non-human. It's really confusing. That's one's kind. നമ്മുടെ നാട്ടിലൊക്കെ ഈ ജെൻഡർ ഐഡിയോളജി എന്ന് പറയുകയാണെങ്കിൽ ആണ് പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, പെണ്ണ് ആണായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഒരാൾ അവന് തോന്നുന്നത് എന്താണോ അതാണ് അവൻ. ഒരു പെണ്ണിന് അവൾക്ക് തോന്നുന്നത് എന്താണോ അതാണ് അവൾ. അതാണ് ജെൻഡർ എന്നാണ് ഇവർ വിശേഷിച്ച് പറയാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ജെൻഡർ ഐഡിയോളജിയൊക്കെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ചാനലുകളിലൂടെയും രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതിന്റെ കുറച്ചു എക്സ്ട്രീം ആയിട്ട് ഇപ്പൊ നമ്മളെ അവിടെ തുടങ്ങിയത് എവിടുന്നാണ് യൂറോപ്യൻ കൺട്രീസ് തുടങ്ങിയിട്ടുള്ളത്. യൂറോപ്യൻ കൺട്രികളുടെ അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അവിടെ ചില ആളുകൾ അവർ മൃഗങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യും, പട്ടിയായിട്ട് പൂച്ചയായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യും. അവർ പറയുന്നത് അവർ പട്ടിയാണ്, അവർ പൂച്ചയാണെന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന വീഡിയോയിൽ ഒരു പെൺകുട്ടി പറയണത്, അവൾ പൂച്ചയുടെ ഡ്രസ്സ് അവൾ ഇട്ടിട്ടുള്ളത്, ഒരു പൂച്ചയുടെ ഡ്രസ്സ്, പൂച്ചയുടെ പോലത്തെ വാലും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ട്. അവൾ പറയാണ്, ഇത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു പൂച്ചയായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ നോൺ ഹ്യൂമൻ അനിമൽ, ഞാൻ മനുഷ്യനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, ഞാൻ മനുഷ്യനല്ല, ഞാൻ മനുഷ്യനല്ലാതെ വേറെന്തോ ഒരു ജീവിയാണ് എന്നാണ് അവൾ പറയുന്നത്. Repeat after me in English. Yeah. So I bear witness. I bear witness that there is no God. There is no God worthy of worship. Worthy of worship. Than Allah. Than Allah. And I believe. I believe. That Prophet Muhammad. That Prophet Muhammad. Is the final messenger. Is the final messenger. Of Allah. Of Allah. Allahu Akbar. അതായത് ഒരു മൃഗമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള, ഞാൻ മൃഗമാണെന്ന് പറഞ്ഞു നടന്നിട്ടുള്ള, ജെൻഡർ ഐഡിയോളജി വിശ്വസിച്ച് നടന്നിരുന്ന ആ ഒരു പെൺകുട്ടി അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ശേഷം അവർ ഇസ്ലാമിലേക്ക് വരുന്നൊരു കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇത് ലോകത്തിൽ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ. അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഈ പെൺകുട്ടിക്ക് റിയാലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് മനുഷ്യൻ ആരാണെന്ന്, അവർ പെണ്ണാണോ ആണാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മൃഗങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത്, തൗഹീദ് പറഞ്ഞു കൊടുത്ത് ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള വ്യക്തി ദീൻ, അദ്ദേഹത്തിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിലെ ആശയം, അവർ പറയുന്നത് മൊത്തത്തിൽ ആശയം ഞാൻ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ബ്രദർ. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I'm waiting for long time for the interview. So you have good fans in India, I think, because your videos almost caused million views across the global, right? So ദീനുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. Are you supporting our channel, you Unmasking Anomalies? Thank you for that, brother. Of course, alhamdulillah. You know, my favorite channel on YouTube. Alhamdulillah. Yeah. Anyway, because even though you don't understand my language, I don't care. It's still my favorite language. Still, you supported. Yes, of course. You sometimes commenting, sometimes sharing. Yeah. Alhamdulillah. Thank you for that, brother. നമ്മളെ ചാനല് എപ്പോഴും ഇടയ്ക്ക് ആള് കാണാറുണ്ട്. ആൾക്ക് മലയാളം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ആളത് ഷെയർ ചെയ്യാറുണ്ട്. ആളെ കൊണ്ടാവുന്ന ഒരു കമന്റ് ചെയ്യാറുണ്ട്. കാരണം ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ദീനിന് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രദർഹുഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ഐ ഹാവ് പ്രിപ്പയർഡ് സം ക്വസ്റ്റ്യൻസ് ഫോർ യു ബ്രദർ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രദർ, ഹൗ വാസ് യുവർ ലൈഫ് ബിഫോർ അക്സെപ്റ്റിംഗ് ഇസ്ലാം? നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളെ ലൈഫ് എങ്ങനെയായിരുന്നു? Just like many people, like a lot of people when they find Islam or they start their journey with Islam, they're usually at a point in life where they're rock bottom. And that's what triggers them to, you know, look into Islam. But for me, on the other hand, it was the complete opposite. You know, I was living my life, you know, had the money, had this, had that. You know, don't expose too much, obviously, because in Islam, we can't expose our sins. Yeah. But I was the highest of the highs, you know, like I was loving life, you know, nothing, like my ego was high, everything. But, you know, what sparked my journey was that, you know, you have everything in life. You know, and then there's something missing, you know, because we all accept we have mind, body, and soul.
Our mind, the way to feed that is through knowledge. Our body is to feed that through food, and your soul. What do we feed our soul with? And this is what my journey started with. I needed to look into that. So the soul, I need to feed this through a spiritual experience. I believe that there is more to life, and rather than partying, doing this, doing that, there has to be something more. So this is when I started the rabbit hole of looking into which religion was true. And for me, I was born into the Christian household, specifically Roman Catholicism. I wanted to see if this was the truth. Okay, so then I started to look into my own religion, and didn't really look too well. And I knew there was thousands of other religions, but I didn't know where to start. But that's essentially my life before becoming a Muslim. സോ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ ലൈഫിൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. യു ഗോട്ട് എവറിത്തിങ് ഇൻ യുവർ ലൈഫ്. സോ ഹി വാസ് എൻജോയിങ്. അദ്ദേഹം ഒരുപാട് പരമാവധി ലൈഫ് എൻജോയ് ചെയ്യുന്ന ആ രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും മുസ്ലിം ആയ ശേഷം പിന്നീട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പറയാന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് ലൈഫാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നമ്മളുടെ ആത്മാവിന് വേണ്ടിയിട്ട്, നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ആ ഒരു എന്താ പറയുക, ഒരു തെരച്ചിൽ ഒടുവിലാണ് അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ റോമൻ കാത്തോലിക് കുടുംബത്തിൽ നിന്ന് സ്പിരിച്വാലിറ്റി കൂടുതൽ എങ്ങനെയാണ് നമ്മളെ മാനസികമായിട്ട് നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ അദ്ദേഹമായിട്ടും അവസാനം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കാം. ബ്രദർ, യു ബോൺ ഇൻ ടു ക്രിസ്ത്യൻ family, right? Roman Catholic family in Australia. That's correct. Yeah. So then they have some values. Anyway, the Christian, they have some values. Then still, why you search for Islam and how you find Islam? ഇവിടെ ഇദ്ദേഹം ജനിച്ചു വീണത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണല്ലോ. പക്ഷെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പിന്നെ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിക്കുന്ന സ്വാഭാവികമായിട്ടും ഒരു മതവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ആ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു അച്ചടക്കവും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ടും അദ്ദേഹം എന്തിനാണ് ഇസ്ലാമിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാം ചൂസ് ചെയ്തത്? എങ്ങനെ ഇസ്ലാം കണ്ടെത്തി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. Yes, brother. Yeah, so of course, as you just said, Christianity does have some values. They're very conservative on how they live their lives, but in all, this is not what makes up for the truth. Growing up as a Christian, you live a certain life compared to the average Muslim life. And you're walking around thinking that Jesus died for your sins. So God created everything to enjoy. This is your mentality. Jesus died for my sins. I can do this. I do that. Jesus died for my sins. But, there has to be something more to that. Like the objective truth. What is the real truth? What is the truths of the truths? This is what I wanted to look into. So one of the things, I started with was, the theology. What do the Christians actually believe in? Why am I going to church? Why am I eating this bread and this wine at church? And why are the Muslims praying with their head on the ground? So I started with theology. When I looked at theology, it made way more sense that Islam, was strict on the oneness of God. Pray to the one God alone, no intercessors, and that's it. I have my direct communication with God, and my own relationship with God. But on the other hand, Christianity, it's a bit of a mumbo jumbo. Okay, so with Christianity, they say, God came in the form of a man. He died for our sins, even though He created us knowing that we're gonna sin. It didn't really make much sense to theology. So that's essentially, how I started with that spiritual truth-seeking journey. The Akida is a big Akida, that's it. Okay. So അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിശ്വാസപരമായിട്ടുള്ള കാര്യം, അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ ഒട്ടും ലോജിക്കലല്ല. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനോ അത് എടുക്കാനോ സാധിക്കാത്ത രീതിയിലുള്ളത്, പ്രത്യേകിച്ച് ട്രിനിറ്റി പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ യേശു ക്രിസ്തു അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ടു എന്നുള്ള വിശ്വാസവും ആദിപാപം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു തരത്തിലും നീതിമാനായിട്ടുള്ള ഒരു ദൈവത്തിന് ചേർന്ന രീതിയിലുള്ളതല്ല. അതേപോലെ തന്നെ അതൊരിക്കലും വിശ്വാസപരമായിട്ട് അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ട് തോന്നിയിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച സമയത്ത്
ഇസ്ലാമിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു എന്തിനാണ് മനുഷ്യ സൃഷ്ടിച്ചെന്ന വിഷയങ്ങളും അതേപോലെ തന്നെ അള്ളാഹു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഒരു ഇടയാളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വിശ്വാസപരമായിട്ടുള്ള അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൺ മോർ ക്വസ്റ്റ്യൻ, ഓക്കെ, ഇൻ ബിറ്റ്വീൻ വൺ മോർ ക്വസ്റ്റ്യൻ. So you told me that you born into Christian family and you learned Christianity and you understood the Christian values and you studied about the theology of the Christianity, right? The very important thing, whenever we ask questions about the Trinity, no one can explain it, okay? Did you ever understood the Trinity in your life? നമ്മൾ ചോദിക്കുന്നത്, അദ്ദേഹം ജനിച്ചത് ക്രിസ്ത്യൻ ഫാമിലിയിലാണ്, ക്രിസ്ത്യൻ വാല്യൂസ് പഠിച്ച മനസ്സിലാക്കിയ ആളാണ്. അപ്പം അതേപോലെ തന്നെ ക്രിസ്ത്യൻ തിയോളജിയിലെ ക്രിസ്ത്യൻ അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ ട്രിനിറ്റിയെ കുറിച്ച് നമ്മൾ ആരോട് ചോദിച്ചാലും അതൊരു മിസ്റ്ററി ആണെന്ന് പറയാറുണ്ട്. എവരിവൺ സേസ് ദി മിസ്റ്ററി. അപ്പം ഈ ട്രിനിറ്റി അതിനെ കുറിച്ചിട്ട് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അബൌട്ട് ട്രിനിറ്റി? Honestly, growing up, you always, they push this Father, Son, Holy Spirit onto you. And you ask me if I ever understood the Trinity. As a Christian or any Christian, if anyone says they actually understand the Trinity, they're a complete liar. That's all I'm going to say. Anyone that says they understand the Trinity is a liar. Because, how can you say there's one God, but the Father and the Son are separate entities? But one prayed to this one's greater than that. This one says, I cannot do anything but by the will of this one, but somehow one God. This is why their best response or their best answer is a mystery. So me growing up didn't make sense. When I started this journey, man, the more I looked into it, the worse it became, honestly. Out here at one of the biggest churches in Australia, and we're going to ask the people inside to explain the Trinity and see how long it takes for them to fall into heresy. Let's go. Because I think the Christians believe in the Trinity, right? Yeah. Can you please explain to us the Trinity? It's a mystery. I don't know how to explain it. ഓക്കെ, ഇത് പറയുന്നത് ട്രിനിറ്റിയെ കുറിച്ച് നമ്മൾ ആരോട് ചോദിച്ചാലും പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് ഒരു മിസ്റ്ററിയാണ്, നമുക്ക് പറയാൻ സാധിക്കില്ല. ശരിയാണ്. അതിനെ ഒരാള് നമ്മളോട് വന്ന് പറയാണ് എനിക്ക് ട്രിനിറ്റി പറഞ്ഞു തരാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കരുത്, നുണയാണെന്ന്. കാരണം അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം കാരണം 3 1 എന്ന് പറയുന്നത് 3 കൂടി 1 എന്ന് പറയുന്നത് ഒരേ സമയത്ത് 3 വ്യത്യസ്ത ആളുകളും അതേ സമയത്ത് ഒന്നായിരിക്കുക എന്നുള്ള ഒട്ടും ലോജിക്കൽ അല്ലാത്ത, ഒട്ടും മാത്തമാറ്റിക്കലി പോലും പോസിബിൾ അല്ലാത്ത കാര്യമാണ് ഇവർ വിശ്വസിച്ച് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഐ നോ ദാറ്റ് യു ഓൾവേസ് ടോക്ക് വിത്ത് ക്രിസ്ത്യൻ പീപ്പിൾ, ഡിബേറ്റ് വിത്ത് ക്രിസ്ത്യൻ പീപ്പിൾ. ഓക്കെ ബ്രദർ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി മോസ്റ്റ് സ്പെഷ്യൽ തിങ് അബൌട്ട് ഇസ്ലാം that touched your heart and made you realize this is the truth? Islam is the truth. അപ്പം ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയൊരു കാര്യം, ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്പെഷ്യലായി തോന്നിയിട്ടുള്ള, അദ്ദേഹത്തെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ള എന്ത് കാര്യമാണുള്ളത്? Beautiful question. So what touched me the most was essentially, looking into the Bible, looking into the Quran, and all us Christians, we claim to love Jesus. We all claim to love God. But do you really love Jesus? Do you really love God? Because when you look into the Bible, or just use your brain in general, you realize Jesus never ever claimed to be God. And the Father was the ultimate God, the one true God. So, understanding this concept, you'll realize that the whole theology of Christianity is one big insult to God, one big insult to Jesus. How can you say Jesus is God? Paul prophet Jesus, you've attributed something to him that he hasn't even claimed. So one night, I was in my room, I believe it was around 3 o'clock in the morning, around there. I went on YouTube and I came across a video. I don't know if someone sent it to me, but I came across a video of the conversation between Jesus and Allah in the Quran. This is on Judgment Day. So let me share a verse, and this is what touched me. And I was like, I actually cried. I was like, well, I've been lied to my whole entire life. That Islam was terrorist, this is wrong, Jesus is divine, blah, blah, blah. Let me share the verse with you. This is in Surah Al-Ma'idah, verse 116. So this is how it goes. Bismillahirrahmanirrahim. And on Judgment Day, Allah will say, O Jesus, son of Mary, did you ever ask the people to worship you and your mother as gods besides Allah? Because the Christians, they pray to Mary. Where did Jesus ever pray to Mary? That's why it says gods as well.
Jesus will answer, "Glory be to you. How could I ever say what I had no right to say? If I had said such a thing, you would have certainly known. You know what is hidden within me, but I do not know what is within you. Indeed, you alone are the knower of the unseen." This summarized the whole situation with Jesus perfectly. Alhamdulillah, he's a prophet of God. He's not God himself. So, And he never claimed. he never claimed to be God, and this aligned with the fitrah. All these prophets worked for the same boss. Not all of a sudden he came in the form of the man, he didn't know the hour, on and off, he died. And it says in the Bible, God can't die. Aligns with the fitrah, makes more sense. Alhamdulillah. സോ ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഖുർആന്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വചനം, അതായത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെയും നിന്നെയും അതേപോലെ തന്നെ നിന്റെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അല്ല അവർ ആരാധിക്കാൻ വേണ്ടിയിട്ട് നീയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കൽ പോലും ബൈബിളിന്റെ അകത്ത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പോലും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. നെവർ ക്ലൈംഡ്. അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അത് മാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഏകനായ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വചനം, ആ വചനം അതാണ് കൂടുതലായിട്ട്, ബിക്കോസ് അദ്ദേഹം ജനിച്ചു വളർന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ്, ആ ഒരു വാല്യൂസ് ഉള്ള അങ്ങനെ ജീവിച്ച വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഖുർആൻ വചനം എന്ന് പറയുന്നതാണ്. വി ക്യാൻ ഗോ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ബ്രദർ. ഓക്കെ, സോ life after Islam, that's very important. Okay, so your family, Christian family, and anyone else became Muslim? Only me. Okay. Anyway, inshallah. So life after Islam and before Islam, when you compare both, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും ഇപ്പോഴുള്ള ലൈഫും രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് how you feel, brother? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? So honestly, I feel fulfilled. Good. As I said in the beginning, remember I was seeking for that missing part in your life. We have the mind, we have the body, and now the soul. So this is what fulfilled my soul, Islam, because it keeps you reassured that it's the truth. It says in the Quran all throughout it to use your intellect. Do you not ponder? So it's very logical, very rational, very reassuring that it is the truth. And now as a Muslim, I can see that, this life's a test and I'm just waiting for the hereafter now. Be kind, and I have a very structured way on how to live my life. Unlike before, remember what I said in the beginning? I'm doing haram, I'm doing this, I'm doing that. Jesus died for my sins. But now we have accountability. Now we have structure. So I feel way more fulfilled. ഓക്കെ, സോ മുമ്പ് ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു അദ്ദേഹം പറയുന്നൊരു വാക്ക് മിസ്സിംഗ് പാർട്ട്, അദ്ദേഹം പറഞ്ഞു മിസ്സിംഗ് പാർട്ട്, തന്റെ ജീവിതത്തിൽ മിസ്സായിട്ടൊരു ഭാഗം. അത് ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടോ എന്റർടൈൻമെന്റിൽ അങ്ങനെ ജീവിച്ചതുകൊണ്ട് കിട്ടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് അങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്യും, ഭൗതികമായിട്ടുള്ള ലോകത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതല്ലാത്ത ഒന്നുണ്ട് നമ്മൾ എന്തിന് the reality of our life, right? So the reasons for our life or the future, it's very very important. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഭാവിയെ കുറിച്ചും നമ്മൾ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചിന്തിക്കുക എന്നുള്ളത്, ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളെല്ലാം സംശയം തോന്നും, അത്തരം വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ തോന്നും. അങ്ങനെ അദ്ദേഹം ഏറ്റവും അവസാനം ഇസ്ലാമിലേക്ക് വരികയും ആ മിസ്സിംഗ് പാർട്ട് അത് കണ്ടെത്തിയോട് കൂടിയിട്ട് പിന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള യു എൻജോയ് ഇസ്ലാം വെരി മച്ച്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. And you don't mind if I add one more thing? Yeah, of course, brother. With Christianity, you only get to a certain level. Jesus died for your sins. That's it. Read the Bible. That's it. But Islam, you can learn Islam your whole entire life, okay, and you will never finish learning it. Okay. So I don't know if you've ever played a game. You finish the game, and once all the missions are completed, all the side missions are finished, you're very bored of the game. You just throw the game away. Unless there's more missions, you want to keep playing. This is the same with Islam. There's infinite things to do. You got Ramadan, you got fasting, you do this, you do that, and then there's always things to do, like improve your character. It never ends. So it's like a game with infinite levels. So this is why you never get bored of life anymore. Just like the video game. അദ്ദേഹം പറയുന്നത് മറ്റു മതങ്ങൾ, എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റി. സോ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത, അത് കൂടുതലായിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല, ഒരു ലെവല് കഴിഞ്ഞ സ്റ്റോപ്പായി. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത്
no one can completely learn Islam. Right? Exactly. This is very- Yes, that's right. Okay. ഒരാൾക്കും ഭൂമിയിൽ ഒരു മനുഷ്യനും ഇസ്ലാം പരിപൂർണമായി പഠിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പഠനങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു മേഖലയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരുപാട് കർമ്മങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്, കാരണം അത്രത്തോളം നോളേജ് ഉള്ള ഒരു ഏരിയയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. ദി നോളേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. Islamic, when you say Islam is filled with knowledge. That's right. Yeah, understand. Yeah. And then after knowledge, you got to improve yourself as well. Yeah, You can have the knowledge, Okay. but you have to take the steps to improve yourself. Otherwise, you become a hypocrite. Yeah, Right? understand. Yeah. That's- ആ നോളജ് എടുത്തിട്ട് നമ്മൾ ഡെവലപ്പ് ആവണം, നമ്മൾ ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ നമ്മളൊരു കപടവിശ്വാസിയായിട്ടൊക്കെ മാറും എന്നുള്ളതാണ് പറയുന്നത്. താങ്ക് യു ബ്രദർ ഫോർ ആഡിങ് ദാറ്റ് that's okay. valuable Of course. message. Okay, then next question. Okay, so the atheist people. No. Oh man, not These people may be worse than the Christian. You played with the many atheist people. I Yes, guess. yes, of Okay. course. I saw some of your videos, like you talking with atheist people, and they're confusing what they say. Yes. Like they always say like the believers, the Muslims, they don't have the evidence. Yes. Okay, so actually, do we have evidence for the God? Do we have evidence for God? Yeah. Of course, the evidence is in the Quran. Mm. You know, because I say this to many people all the time. Mm. The reason you don't believe in Islam is because you're too arrogant to open the Quran. Mm. Once you look into the Quran, you look at the context, you look at the claims, you'll realize that this information couldn't have come from a man in the 7th century in a desert. You know? So, as an atheist, if you truly value truth, look into the Quran, look at all these facts, look at the context. You know, there's so many prophecies, as you already know, Yeah, you know, like Yeah. scientific miracles, predictions of the future. Man, like, just use your brain for once. Stop being lazy. Just have a read and then come to the conclusion. Could this man, sallallahu alaihi wasallam, could have known this in the 7th century? Okay. And if you're honest with yourself, you will say, no, The biggest evidence is the Quran. that's it. That is the biggest one. This is the words of Allah. What can be more, evidential than the words of Allah? Alhamdulillah. That's true. Yeah. അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയൊരു എവിഡൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സാധാരണ എത്തിയസ്റ്റ് ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് തെളിവാണ് ദൈവത്തിനുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ തെളിവാണുള്ളത് ചോദിക്കാറുണ്ട്. തൗഹീദിന്റെ ദ ബിഗ്ഗസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. ഖുർആൻ പോലുള്ള ഗ്രന്ഥം മരുഭൂമിയിൽ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ കൊണ്ടുവരിക, ഒരാൾ സ്വന്തമായി എഴുതി ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. ഖുർആനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഖുർആന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഖുർആൻ എത്രത്തോളം പ്യുവർ ആണ്, എത്രത്തോളം ഡിഫറെന്റ് ആണ്, യൂണീക്ക് ആണെന്നുള്ളത്. യൂണീക്ക്, കംപ്ലീറ്റ്ലി യൂണീക്ക്. You mind if I add something in? The Quran, it doesn't just cater to, the polytheists, it also caters to the atheists. Throughout the Quran, as we were saying before, it tells us to keep using our brain, ponder. Let me read this from chapter 88, verses 17 to 20. This is for the atheists. Do they not ever reflect on the camels, how they were masterfully created? And the sky, how it was raised? Okay. And the mountains, how they were firmly set up? And the earth, how it was leveled out? Who created all this? Because the atheists say, we don't believe in an invisible man in the sky or a god. We don't believe in magic. Okay, sure. Who created all this then? Are you saying that this came out of nothing? You yourself believe in magic then? Okay. ആക്ച്വലി that's interesting part actually. Yes. ഇവിടെ ഏത്തിയസ്റ്റുകൾ പറയാറുള്ള കാര്യം എന്താ അറിയോ? ഇവിടെ അവർ പറയാറുള്ളത്, ഇതൊക്കെ നമ്മൾ പറയാറുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾ ക്യാമൽസിനെ നോക്കുക, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, യു സീ, നമ്മൾ നോക്ക്, ബ്രെയിൻ യൂസ് ചെയ്യ്, കണ്ണുകൊണ്ട് നോക്ക് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിസൈൻ ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. ദർ മസ്റ്റ് ബി ഡിസൈനർ, ദർ ഇസ് ഇൻഫർമേഷൻ, ദർ മസ്റ്റ് ബി ഇൻഫർമേഷൻ കൊടുക്കുന്ന സോഴ്സ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട്, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതേ സമയത്ത് ഇവര് നമ്മളോട് പറയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ ശരിക്ക് ഇവരാണ് മാജിക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അതാണ് പറയുന്നത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ദേ ബിലീവ് സംതിങ് കമ്മിങ് ഫ്രം നത്തിങ്. Exactly. പൂജ്യം എന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായി വരുന്ന വിശ്വസിക്കുന്ന അവരാണ് ശരിക്കും മാജിക്കിൽ വിശ്വസിക്കുന്നത്. ശരിക്കും നമ്മളാണ് ലോജിക്കിൽ വിശ്വസിക്കുന്നത്. We believe in logic. Yeah, exactly. They believe in magic. Yeah, they believe in magic. That's it. That's true, yeah. Atheist people, they always say they always ask one question. So Allah created it. That we believe that Allah created everything. So they ask, okay,
then who created Allah? Oh, then they get to this other question, you know, the infamous question. If God created everything, who created God? Okay, well, there's a logical problem with this question. So to say, if God created the universe, who created God? Okay, let's keep going then. Then who created that God? And then who created that God? If we kept saying this, yeah, we're going for a thing called infinite regression. Of course. All right, so let me ask you a question. I'll try to reverse it a bit. Okay. Now, let's say, for example, I was a soldier and I had my sniper sight on a target, and I need to ask you for permission, and you need to ask your boss for permission, and he needs to ask his boss for permission. Would I ever shoot this bullet? No. You would never shoot the bullet. No. Same thing with the creation of the universe. Nothing would ever get put into existence. Yeah. That's why we need something that's independent, self-sufficient, and eternal to put everything into existence. And this is what we call God. ഇവിടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇത് ഏത്യസ്റ്റുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. അവരുടെ വിചാരം എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്നുള്ളത്. ശരിക്കും അതൊരു മണ്ടൻ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇൻഫിനിറ്റി റിഗ്രഷൻ, റൈറ്റ്, ദാറ്റ് വാട്ട് ഹാപ്പൻ, അതാണ് സംഭവിക്കുക. കാരണം ഒരു ദൈവം ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അതോറിറ്റിയിൽ സ്റ്റോപ്പ് ആവണം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് സോൾജേഴ്സിന്റെ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ അത് വീഡിയോ കാണാൻ ശ്രമിക്കുക. So we can move to next question, I think. Okay. My next question, brother. So how did you start doing dawah, especially street dawah? അപ്പോൾ സ്ട്രീറ്റ് ദാവ ചെയ്യാറുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സ്ട്രീറ്റ് ദാവയിലേക്ക്, സോ വാട്ട് മോട്ടിവേറ്റഡ്, എന്താണ് അദ്ദേഹത്തിന് അതിലൊക്കെ മോട്ടിവേറ്റ് ചെയ്തത്? ആ സ്ട്രീറ്റ് ദാവയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? Yeah, so how did I get into street dawah? Allahu alam, you know. Honestly, it just developed over time because I was always in the city. I'll see the table there, and I knew like I had pre-existing like Christian knowledge, so I'd always jump in here and there, maybe talk to a random person, you know, like say, why do you believe in Christianity? I was a Christian myself because I got Christian tattoos, and they would ask me questions. I know you have tattoos. I thought maybe people can see that, but not now. You already covered. There's ഒരുപാട് ടാറ്റു ഒക്കെ ഉണ്ട് ഇവിടെ കൈ ക്രോസ് സംതിങ്, റൈറ്റ്? Yeah, cross here. I got Jesus, Mary, David. അതായത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഫുൾ ഇവിടെ ടാറ്റു, ഇവിടെ കുരിശ് ടാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. I got my Christian tattoos. You know who that is? Yeah, Mary, Jesus, David, Angel Gabriel, cross. Sorry, when you read the Bible, you become a Muslim. I'm telling you. So yeah. So essentially, you know, like it sparked conversation. People see my tattoos in the city, and you know, we're talking about like the divinity of Christ. So that's essentially how it started. But I wouldn't go every weekend. It would just be like, you know, a pop in here and there. And then as time grew, I would like realize this is like, it's not something to mess with. You know, it takes a certain skill. It's not just like videos online. It's a different type of skill to give dawah in real life. Of course. So I sat down at the dawah table every weekend for like maybe months. Obviously I'll skip some weekends, but I would sit there for months just listening to how they do it, how they structure their sentences, and what method they use to give dawah. And then over time, I would try to implement this, try to talk to someone here, hold a conversation longer, go to a second person, and yeah, that's essentially how I started getting into street dawah. And this lasted maybe a couple years or something before I did the camera stuff. Okay, yeah. So you're doing great actually. Alhamdulillah. Alhamdulillah. Okay. അദ്ദേഹം ഇങ്ങനെ അത് നോക്കി ടേബിൾ ഒക്കെ ചെയ്യുന്നത് കണ്ടു, ഇൻട്രസ്റ്റഡ് ആയി, അപ്പൊ അങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളതാണ്. So one more question, brother. So from where you got the information? Like from where you take the knowledge? Ooh, where do I get the knowledge? Knowledge എവിടുന്നാണ് എടുക്കുക എന്നുള്ളത്? Yeah, me, I got no knowledge, but I'm talking. Are you talking about the comparative religion? Yeah, Islamic knowledge. The Islamic knowledges. All comparative knowledge, the knowledge. A big part of it. So, like for example, like this random facts I see, like of Islam, random hadiths. This is the random lectures on YouTube. You know, like there's thousands online in English. So I'll be sitting down, listening to it while I do something, or when I sleep, I have my phone next to it. I like to listen. Look, always listen. Always listen. Any part of my day, I have to listen to something. Otherwise, that's just a waste of knowledge. Okay, that's an important point. I just tell them, okay? Yeah. അതായത് മാക്സിമം ഇൻഫർമേഷൻസ് കേൾക്കുക എന്നുള്ളതാണ് കൂടുതൽ. ഇപ്പൊ നമുക്ക് we have technology. We are grateful, right? Because we have technology. നമുക്ക് ടെക്നോളജി ഉണ്ട്. ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചിട്ട്
കേൾക്കുക എന്നുള്ളത്. അപ്പൊ ഞാനും സാധാരണ നമ്മളൊക്കെ ഐ എം ഓൾസോ ഡു ദ സെയിം തിങ്, ഓക്കെ, ബിക്കോസ് വെൻ ഐ വർക്ക് ഐ യൂസ് ഹെഡ്സെറ്റ് ആൻഡ് ലിസൺ സം ദവ ഓർ സം ക്ലാസ്, ഇസ്ലാമിക് ക്ലാസ്, ഓക്കെ. Exactly. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുക, തുടർച്ചയായിട്ട് ദീനി വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ വിച്ച് സ്കോളർ യു മെയിൻലി ഫോളോയിങ്? So it's very hard to listen to scholars directly, especially you know, when you first start, 'cause it's all in Arabic. You know, obviously you get the subtitles, but I hate reading. You know, because You love hearing. I like hearing because I can multitask. I like to be very efficient in life, Okay. rather than just sit there, read, turn pages, just listen, stare at a screen. Do something and listen. This is the most efficient I can get. But essentially, it's just random stuff. At the moment, I'm listening to Ustad Abdul Rahman Hassan. He's a really good one right now. So the one right here I'm listening to is Scarier Than Shirk, the sin that eats Iman from the inside. So things like this, you know, he'll drop hadith, he'll drop knowledges. But yeah, that's essentially where I got my information from videos. And for the comparative religion type of things, it was just me reading. I talked to pastors, but they confused themselves. And a big one was Dr. Bart Ehrman. He's a New Testament Christian scholar. In fact, Mr. Bart Ehrman, he used to be Christian himself, a strong Christian, until he started studying Christianity. Then eventually he left and became an atheist. So, like, this is, sorry to go on a side tangent, but this is a kind of a problem with Christianity. It doesn't align with the fitrah. This is why, over time, people end up leaving and becoming an atheist. That's why in Australia also, everyone, most of the Christian people, they're going out of the religion, right? Yes, correct. That's the... ഓസ്ട്രേലിയയിലൊക്കെ ക്രിസ്ത്യാനിറ്റി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ. ഇസ്ലാമിലേക്ക് ഇദ്ദേഹം ദാവ ചെയ്തിട്ട് ഒരുപാട് ഇസ്ലാമിലൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോ we do tables, right? Yes. How many tables we do? How many tables we set up? Yeah. In the setup, a part of the 5 Pillars One Message Foundation, we have 2 tables every weekend. In Melbourne. In Melbourne, yeah, Melbourne City. മെൽബണിൽ 2 ടേബിൾ ചെയ്യാറുണ്ട്. 2 ടേബിൾ എന്ന് പറഞ്ഞാൽ 2 ടേബിളിൽ നമ്മൾ ഖുർആൻ ഫ്രീ ഖുർആൻ. Yeah, free And Quran. we free teaching about Islam. Yes. And inviting people to Islam. Yes. അപ്പം അങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, ഖുർആൻ ഫ്രീ ആയിട്ട് കൊടുക്കും. In every country, the people are different. Their culture different. Their behaving different. So when you talk about Australian people, how they behave mostly, what is the response from them? Is it good or bad or extreme? അതായത് ഇപ്പം ദഅവത്ത് നടത്തുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളിലും പല രീതിയിലായിരിക്കും ആളുകൾ ബിഹേവ് ചെയ്യുക. അപ്പോൾ ഓസ്ട്രേലിയയിൽ ദഅവ ആ ഒരു സമയത്ത് ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഭയങ്കര മോശമായിട്ടാണോ? ഭയങ്കര പീപ്പിൾ ആർ അൺട്രസ്റ്റാൻഡബിൾ പീപ്പിൾ? ഓക്കെ. Yeah, so, you know, when we're giving dawah on the streets, obviously we come, you know, we're doing dawah in a Western country. So their perspective is already warped. They believe Muslims are all terrorists, bad people, dirty, all this type of things. So we get a mixed reaction. Some people want to actually learn, seek the truth. And on the other hand, people come with hate. You know, we've had people, you know, throwing stuff at us, flip the tables, swear at us. And on the other hand, Australian, these white people, blue eyes, take shahada, cowboys. So it's very, very mixed. സോ അങ്ങനെ കുറച്ച് എക്സ്ട്രീം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഇൻ ജനറൽ പീപ്പിൾ ഗുഡ്, റൈറ്റ്? Generally, people are good, yes. ഗുഡ് റെസ്പോണ്ട്. ജനറലി അതിന് കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ എക്സ്ട്രീം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ടേബിളൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് വെസ്റ്റേൺ മീഡിയ അതിന്റെ ഇൻഫ്ലുവൻസ് കാരണം വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ. പിന്നെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ before finishing the Muslim, okay? Last question. As a revert, so you learning Islam and you spreading Islam, the beauty of Islam, and you doing dawah. What advice you can give to Muslims in general? അതായത് ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന രീതിയിൽ, ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ, ഒരു റിവേർട്ട് എന്ന രീതിയിൽ എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? You know, my advice to Muslims in general is to learn who Allah is. Learn the deen. Because once you know who Allah is, the most compassionate, the most merciful, the most forgiving, you understand that He is here for you, no one else, you know? Because once you understand the deen, you'll understand everything else is false. Hinduism, false. Judaism, false. Christianity, false. And you'll stay strong on your deen. You won't get these shaitan whispers because your iman will block shaitan, you know? So essentially, learn the deen, learn who Allah is, and you'll become strong on the deen. And take every opportunity you can
to get close to Allah. You know, Allah provides you an opportunity to pray. Take the prayer, and over time your iman will build. The more good deeds, the more steps you take to Allah, the more strong and steadfast you'll be within your Islam. That's my advice. അതായത് ദീനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അള്ളാഹുവിനെ കൂടുതൽ അടുക്കും തോറും നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ലൊരു ഈമാൻ കിട്ടും. വി ഗെറ്റ് സ്ട്രോങ് ഈമാൻ. ഓഫ് കോഴ്സ് വെൻ വി ലേൺ അബൌട്ട് അള്ളാഹ്. ബിക്കോസ് മോസ്റ്റ്ലി ആളുകൾ ഇങ്ങനെയുള്ള ദീൻ പഠിക്കാൻ വേണ്ടി മടി കാണിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഈ ദീൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഇസ്ലാമിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയിട്ട് ദീൻ പഠിക്കാതെ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ദീൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് ദീൻ പഠിക്കാൻ ശ്രമിക്കുക. സോ വി നീഡ് ടു ലേൺ ഫ്രം ദി പ്രോപ്പർ സോഴ്സ്, റൈറ്റ്? From the scholars. Yes, correct. Who already studied about Islam. Exactly. So what happening? The people all over the world, they are going behind some fake people. No, the people like some people they are mocking Islam. They are explaining hadith in their own way. Yes. That's what happening in every world. Yeah. Exactly. Like if you want to learn about religion, like let's say if you want to learn about Christianity, you don't go to a Jew. You go to a Christian. You want to learn about Judaism? You go to a rabbi. You go to someone who's, you know, strong in the Jewish faith. Yeah. Same thing with Islam. You want to learn about Islam? Go to a masjid. You know, don't go to your average Muslim friend. Go to a masjid. Talk to a sheikh. You know, watch reliable sources online. Don't go to a Christian who hates Islam. Don't go to a random atheist who knows nothing about Islam. These are the worst sources. Go straight to the source. Investigate what they believe in, what they do. And then do this with all the religions and compare. And this is how you'll find the truth. Yeah. So don't go to Sam Shamoon, because Sam Shamoon talks to Muslim Orthodox or me or even you, the average Muslim. You know what I mean? Average Reva, you, Muslim Sheikh, you'll destroy them. They'll embarrass themselves online. Yeah. So, but like this is why these type of people don't want to debate. You know, they run away from all these big debaters because they know they'll crumble and their reputation will go and they'll lose money. Yeah. So go They're straight looking for the money. Exactly. You know, even Sam Shamoon, he got exposed by one of his friends. The same thing happening in Kerala also. In where? Yeah, same thing happening. The people they are getting money. Yeah. By mocking Islam. Oh yeah. See, it's a big business nowadays. Big business. Yeah. Because you know, with Islam, the world is ran on a lot of things. It's ran on interests, the adult film industry, the music industry. What else we got? The alcohol industry. All these random industries are billion-dollar industries that you know, Islam stops essentially. So of course, you know, they'll pay people to stop Islam, and then therefore this revenue gets raised. Porn goes up, alcohol goes up, degeneracy goes up. They become millionaires, billionaires. You can see in Kerala, some people they are supporting Israel, and they say like Israel is not doing any genocide. Man, like people like this, they don't use your brain, because as we were discussing before, these people, like, it's clearly a genocide. Yeah. You know, you can see it, the videos online, like you can't deny it. But these people say there's no genocide because they hate Muslims, they hate Islam. So they'll say no genocide. They'll support the enemy, Israel. I'm not saying all Jews are bad, but these Zionist ones who, you know, support the killing of innocent people, these are the bad people. So. But these people who say there's no genocide, their hate for Islam is greater. So may Allah guide them, or may Allah destroy them on the day of judgment. Anyway, thank you, brother. Thank you for the interview. Jazakallah khair. Alhamdulillah. It's been an honor being on your platform. Thank you very much. Thank you so much. Inshallah, Yeah, I'll be back soon. See you again, inshallah. Inshallah.